സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ജന്മനാട്ടിൽ നിന്നുള്ള ഇറാഖി ക്രൈസ്തവരുടെ പലായനം തുടരുന്നു. ബാഗ്ദാദ് ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ സൃഷ്ടിച്ച വെല്ലുവിളികൾ രൂക്ഷമാകുന്നതിനിടെ ജന്മനാട്ടിൽ നിന്നുള്ള ഇറാഖി ക്രൈസ്തവരുടെ പലായനം തുടരുന്നു. മുൻപ് ഏറെ പ്രതിസന്ധികൾ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിലും വടക്കൻ ഇറാഖിലെ ബഗ്ദീദയിലുണ്ടായ ദാരുണമായ തീപിടുത്തത്തെ തുടർന്നാണ് 2023 അവസാനത്തോടെ ഈ പുതിയ കുടിയേറ്റ തരംഗം ആരംഭിച്ചതെന്ന് മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു. താരതമ്യേന സുരക്ഷിതമായ കുർദിസ്ഥാൻ മേഖലയിൽ താമസിക്കുന്ന ക്രൈസ്തവരെ ബാധിക്കുന്ന തരത്തിൽ പലായനം ഇപ്പോൾ ഭയാനകമായി മാറിയിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ രാജ്യം വിട്ട് പലായനം ചെയ്യുന്നു. ഓസ്ട്രേലിയ പോലുള്ള വിദൂര രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് താൽക്കാലിക അഭയം എന്ന നിലയിൽ അയൽ രാജ്യങ്ങളിൽ നിരവധി ക്രൈസ്തവർ അഭയം തേടുന്നുണ്ട്. ഇസ്ലാമിക ഭീകരവാദികൾ ഏൽപ്പിച്ച മുറിവുകൾ കൂടാതെ ഇറാഖിനുള്ളിൽ കാലതാമസം നേരിടുന്ന ശമ്പളം, വൈദ്യുതി മുടക്കം, ജലദൗർബല്യം, മറ്റു വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെയുള്ള നിരവധി പ്രതിസന്ധികളുമായി ക്രൈസ്തവർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലർ മക്കളുടെ നല്ല ഭാവി സുരക്ഷിതമാക്കാൻ മറ്റെവിടെയെങ്കിലും പൗരത്വം തേടുന്നു. മറ്റുള്ളവർ തങ്ങളുടെ മാതൃരാജ്യത്ത് ഒറ്റപ്പെടുന്നതിന് പകരം വിദേശത്തുള്ള കുടുംബാംഗങ്ങളുമായി വീണ്ടും ഒന്നിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി തകർന്ന അവസ്ഥയിലാണ് ഇറാഖിലെ ക്രൈസ്തവ സമൂഹം. 2003 അമേരിക്കയിൽ അധിനിവേശത്തെ തുടർന്നുണ്ടായ വിഭാഗീയ യുദ്ധങ്ങളും 2014 ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആക്രമണങ്ങളും ഒന്നിലധികം ക്രൈസ്തവ വിഭാഗങ്ങളുടെ അനുയായികളെ പലായനത്തിന് പ്രേരിപ്പിച്ചു. 2022 കണക്കനുസരിച്ച് 3 വർഷത്തിൽ താഴെ ക്രൈസ്തവരെ ഇന്ന് ഇറാഖിൽ അവശേഷിക്കുന്നുള്ളൂ. ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രധാന അഭയകേന്ദ്രവും സ്വദേശവുമായിരുന്ന ബസ്ര പ്രവിശ്യയിൽ പിൻകാലത്ത് 7000-ലധികം കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞ് 350-ലെത്തിയിരിക്കുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.